إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله السميع العليم من الشيطان الرجيم وصارعوا إلى مغفرة من ربكم وجنة عرضها السماوات والأرض عدت للمتقين. ആദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനികൾ, ജീവിതത്തിൻ്റെ രഹസ്യ പരസ്യ മേഖലകളിലെല്ലാം അള്ളാഹുവിനെ ഭയപ്പെട്ട് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് ഉണർത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. ഷഅബാൻ മാസത്തിലാണ് നമ്മളുള്ളത്. റമദാനിന് തൊട്ട് മുൻപുള്ള മാസം എന്ന നിലയിൽ ഷഅബാനിന് ചില സവിശേഷതകളും പ്രത്യേകതകളും എല്ലാം ഉണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ സജീവമായിരുന്ന, പ്രവർത്തനങ്ങളിൽ നിരതമായിരുന്ന ഒരു മാസമായിരുന്നു ഷഅബാൻ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കർമ്മനിരത കണ്ട സ്വഹാബത്തിൽ ചിലർ ചോദിക്കുക പോലും ചെയ്യുന്നുണ്ട്, യാ റസൂലല്ലാഹ് ലം അറക തസൂമു ശഹ്റൻ മിന അശ്ശുഹൂരി മാ തസൂമു മിൻ ശഅബാൻ. എന്തുകൊണ്ടാണ് റസൂലേ മറ്റു മാസങ്ങളിലൊന്നും കാണാത്ത അത്ര താങ്കൾ ഈ ഷഅബാൻ മാസത്തിൽ നോമ്പനുഷ്ഠിക്കുന്നതായി ഞാൻ കാണുന്നത്? എന്തുകൊണ്ടാണ് ഈ ഷഅബാൻ മാസത്തിൽ താങ്കൾ ഇത്രമേൽ നോമ്പനുഷ്ഠിക്കുന്നത് മറ്റു മാസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി? അപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകുന്ന ഒരു ഉത്തരമുണ്ട്. ദാലിക ശഹ്റുൻ യഗ്ഫുലു الناس عنه ബൈന റജബിൻ വറമദാൻ. ഈ മാസം ജനങ്ങൾ ഗഫ്ലത്തിലാകുന്ന ഒരു മാസമാണ്, ജനങ്ങൾ അശ്രദ്ധരാകുന്ന ഒരു മാസമാണ്. റജബിന്റെയും റമദാനിന്റെയും ഇടയിലുള്ള ഒരു മാസം എന്ന നിലയിൽ ജനങ്ങൾ അശ്രദ്ധരാകുന്ന ഒരു മാസമാണ് എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്തരം പറയുന്നത്. എന്താ റജബിനുള്ള പ്രത്യേകത, റമദാനിലുള്ള പ്രത്യേകത എന്താണ് എന്ന് ഈ മിമ്പറിൽ നിന്ന് വിശദീകരിക്കേണ്ട ആവശ്യമില്ലാത്ത അത്രയും ഓരോ സാധാരണക്കാരനും അറിയുന്ന കാര്യമാണ്. എന്താണ് റജബിന്റെ പ്രത്യേകത? റജബ് അള്ളാഹു പവിത്രമാക്കിയ 4 മാസങ്ങളിൽ ഒന്നാണ്. ഇന്ന ഇദ്ദത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റ. അള്ളാഹുവിന്റെ അടുക്കൽ മാസങ്ങളുടെ കണക്ക് 12 ആണ് എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെയും തുടർന്ന് ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അള്ളാഹു പറയാണ്, മിൻഹാ അർബഅത്തുൻ ഹുറും, അതിൽ 4 പവിത്രമാണ് എന്ന് പറഞ്ഞു, എണ്ണി പറഞ്ഞു തന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, റജബ്, ഈ 4 മാസങ്ങളാണ് ആ പവിത്രമായ മാസങ്ങളെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആ മാസങ്ങളിൽ തിന്മ ചെയ്യുക എന്നത് ഗൗരവമുള്ള കാര്യമാണ് എന്നും യുദ്ധം നിരോധിക്കപ്പെട്ട മാസമാണ് എന്നെല്ലാം നമുക്കറിയാം. അതുകൊണ്ട് തന്നെ പവിത്രമായ മാസമായതുകൊണ്ട് ആ മാസങ്ങളിൽ നന്മ ചെയ്യുന്നതിനും പ്രത്യേകമായ പുണ്യമുണ്ട് എന്ന് ഈ പവിത്രമായ മാസങ്ങളെ പറഞ്ഞുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നതായിട്ട് കാണാം. അതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ
അവിടെ ഉണർത്തുന്നത്. റജബിന് ആളുകൾ പവിത്രത കാണുന്നു, കാരണം അത് യുദ്ധം ഹറാമാക്കപ്പെട്ട പവിത്രമായ മാസമാണ്. അതുപോലെ തന്നെ റമദാനിനും ആളുകൾ പവിത്രത കാണുന്നു. അതിനിടയിൽ ശഅബാനിനെ ആളുകൾ അശ്രദ്ധയോടുകൂടി തള്ളിക്കളയുന്നു. അതാണ് ആ മാസത്തിന്റെ ഒരു വിഷയം. ഞാൻ ആ മാസത്തിൽ വളരെ സജീവമാകുന്നതും അതുകൊണ്ട് തന്നെയാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പറഞ്ഞു തരാണ്. നമ്മൾ പലപ്പോഴും അശ്രദ്ധമാകാറുള്ളത് റമദാനിനെ പറ്റിയുള്ള അമിതമായ ശ്രദ്ധ കാരണം അന്നത്തേക്ക് വേണ്ട പൊടി കാര്യങ്ങൾ അത് റെഡിയാക്കണം, വീട് വൃത്തിയാക്കുന്നതിൽ ആളുകൾ ശ്രദ്ധാലുക്കളായിരിക്കും, റമദാനുമായി ബന്ധപ്പെട്ട് പള്ളി വൃത്തിയാക്കുന്നതിൽ ആളുകൾ ശ്രദ്ധാലുക്കളായിരിക്കും. ഇങ്ങനെ ഒരുപാട് ഒരുക്കങ്ങൾ റമദാനുമായി ബന്ധപ്പെട്ട് കടകൾ വല്ലാതെ കച്ചവടമൊന്നും നടക്കാത്തത് കാരണം പല കടകളും അതിനെ ഒന്ന് പുതുക്കുന്നതിന്റെ തിരക്കിലായിരിക്കും. ഈ മാസം നമ്മൾ പല തിരക്കുകളിലുമാകുന്ന ഒരു മാസം തന്നെയാണ്. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് ശഅബാൻ മാസം ജനങ്ങൾ അശ്രദ്ധമാകുന്ന മാസമാണ്. ദാലിക ശഹ്റുൻ യഗ്ഫലുൻ നാസു അൻഹു ബിറജബിൻ വറമദാൻ എന്ന് പറഞ്ഞിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ് വഹുവ ശഹ്റുൻ തുർഫഉ ഫീഹിൽ അഅമാലു ഇലാ റബ്ബിൽ ആലമീൻ. ഈ മാസത്തിന്റെ സവിശേഷത എന്ന് പറയുന്നത് ഈ മാസത്തിലാണ് അള്ളാഹുവിന്റെ അടുക്കലേക്ക് അമലുകൾ ഉയർത്തപ്പെടുന്ന മാസമാണ് അത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്. അമലുകൾ ഉയർത്തപ്പെടുന്ന മാസമാണ്. ഫഉഹിബ്ബു അൻ യുർഫഅ അമലി വഅന സായിമുൻ. ഞാൻ ഇഷ്ടപ്പെടുന്നു, ഞാനൊരു നോമ്പുകാരനായിരിക്കെ എന്റെ അമലുകൾ ഉയർത്തപ്പെടുന്നതിന് ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പറയാണ്. ഈ അമലുകൾ ഉയർത്തപ്പെടുന്ന ചില ദിവസങ്ങൾ, ചില മാസങ്ങൾ, ചില സമയങ്ങൾ എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ പറഞ്ഞിട്ടുണ്ട്. അത് ഇൻഷാ അല്ലാഹ് പിന്നീട് ഒരു സമയത്ത് നമുക്ക് പറയാം. അപ്പോ ഈ മാസത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ അടുക്കലേക്ക് അമലുകൾ ഉയർത്തപ്പെടുന്ന ഒരു മാസമാണ്. അതുകൊണ്ട് തന്നെ എന്റെ കർമ്മങ്ങൾ, എന്റെ അമലുകൾ അള്ളാഹുവിലേക്ക് ഞാൻ നോമ്പുകാരനായിരിക്കെ ഉയർത്തപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന്റെ ഗൗരവം എത്രയാണ്! നമ്മളുടെ അമലുകളെ അള്ളാഹുവിന്റെ അടുക്കലേക്ക് ഉയർത്തപ്പെടുന്ന സമയമാണ് ശഅബാൻ എന്ന് പറയുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആളുകൾ അശ്രദ്ധമാകുന്ന ആ മാസത്തിന് കൊടുത്ത ശ്രദ്ധ അത് നമ്മളിലും ഉണ്ടാകേണ്ടതുണ്ട്. അമല് എന്ന് പറയുന്നത്, അമല് എന്ന് കേൾക്കുമ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു ജാഗ്രത, ഒരു ശ്രദ്ധ ഉണ്ടാകേണ്ടതുണ്ട്. കാരണം ഈ ദുനിയാവിൽ നമ്മളുടെ ജീവിതത്തിന് നമുക്ക് ആവശ്യമുള്ളത് പണമാണ്. നമുക്ക് ഭക്ഷണത്തിന്, നമ്മളുടെ പാർപ്പിടത്തിന്, നമ്മുടെ വസ്ത്രത്തിന്, നമ്മുടെ വീടിന്, നമ്മുടെ വാഹനത്തിന്, നമുക്കൊരു രോഗമുണ്ടായാൽ പോലും നമ്മളുടെ ആഘോഷങ്ങൾക്കെല്ലാം പണം ആവശ്യമാണ്. എന്നാൽ പരലോകത്ത് നമുക്ക് സമ്പത്തായിട്ടുള്ളത്, അവിടെ നമുക്ക് രക്ഷയായിട്ടുള്ളത് നമ്മളുടെ അമലുകൾ മാത്രമാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പറഞ്ഞു തന്നതാണ്. മയ്യത്തുകളെ 3 കാര്യങ്ങൾ പിന്തുടരും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ നമ്മൾക്കെല്ലാം അറിയുന്ന ഹദീസ്, യത്ബഉഹു അഹ്ലുഹു വമാലുഹു വഅമലുഹു. അവന്റെ സമ്പത്ത്, അവന്റെ കുടുംബം, അവന്റെ പ്രവർത്തനങ്ങൾ, അവന്റെ സൽക്കർമ്മങ്ങൾ അവനെ പിന്തുടരും. 2 തിരിച്ചു പോരും. അവന്റെ കുടുംബവും അവന്റെ സമ്പത്തും തിരിച്ചു പോരും. വയബ്ഖാ അമലുഹു, അവന്റെ അമല് മാത്രം ബാക്കിയാകും. മനുഷ്യന് അമല് മാത്രം കൂട്ടിനുണ്ടാകുന്ന ഒരു ലോകത്തേക്ക് കടന്നു പോകേണ്ടവരാണ് നാം എന്ന് അറിവുള്ള വിശ്വാസി അമലുകളുടെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധാലുവാകുന്നവൻ തന്നെയാണ്. ഈ മാസത്തിന്റെ ഗൗരവം നമ്മളുടെ അമലുകൾ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുന്ന മാസമാണ് എന്നത് തന്നെയാണ്. ആ ശ്രദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കർമ്മനിരതനായിരുന്നു. നമ്മളും അങ്ങനെ തന്നെ ആയിരിക്കേണ്ട സമയമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നോമ്പുകളെ പറ്റി, സുന്നത്ത് നോമ്പുകളെ പറ്റി സ്വഹാബത്ത് പറഞ്ഞു തരുന്നുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചില മാസങ്ങളിൽ തുടർച്ച ഇങ്ങനെ നോമ്പ് നോൽക്കും. സ്വഹാബത്ത് പറയാണ്, വിചാരിക്കാണ്ട് റസൂൽ ഈ മാസം മുഴുവൻ നോമ്പ് നോൽക്കുന്നുണ്ടോ എന്നൊക്കെ സ്വഹാബത്തിന് തോന്നുന്ന രീതിയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തുടരെ ചില മാസങ്ങളിൽ, ചില ദിവസങ്ങളിൽ നോമ്പ് അനുഷ്ഠിക്കും. ചില സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സുന്നത്ത് നോമ്പ് എടുക്കാറില്ലേ എന്ന് സ്വഹാബത്തിന് തോന്നുന്ന രീതിയിൽ ചില ദിവസങ്ങളിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പതിവായി സുന്നത്ത് നോമ്പുകൾ എടുക്കാതിരിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞിട്ട് സ്വഹാബത്ത് പറഞ്ഞു തരാണ്, ഫമാ റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തക്മല സിയാമ ശഹ്രിൻ ഇല്ലാ ഫി റമദാൻ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മാസം മുഴുവനായി നോമ്പനുഷ്ഠിക്കുന്നത് ഞാൻ കണ്ടത് റമദാൻ മാസത്തിൽ മാത്രമാണ് എന്ന് സ്വഹാബികൾ നമുക്ക് പറഞ്ഞു തരികയും
വമാ റഅയ്തുഹു അക്തറ സിയാമൻ മിൻഹു ഫീ ശഅബാൻ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ റമദാൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നോമ്പനുഷ്ഠിച്ചിരുന്ന മാസം അത് ശഅബാൻ മാസമാണ് എന്ന് നമുക്ക് സ്വഹാബത്ത് വളരെ കൃത്യമായും പറഞ്ഞു തരികയാണ്. ആയിഷ റളിയല്ലാഹു അൻഹയും പറഞ്ഞു തരുന്നുണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഅബാൻ മാസത്തെ പറ്റി. വകാന യസൂമു ശഅബാന കുല്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ശഅബാനിൽ ഉടനീളം നോമ്പനുഷ്ഠിക്കാറുണ്ടായിരുന്നു. വകാന യസൂമു ശഅബാന ഇല്ലാ ഖലീല. അത് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു തന്നെ. ശഅബാനിൽ ചില ദിവസങ്ങളല്ലാത്തിടത്തെല്ലാം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പ് അനുഷ്ഠിച്ചിരുന്നു എന്ന് നമുക്ക് സ്വഹാബത്ത് പറഞ്ഞു തരാണ്. അപ്പം നോമ്പിന് ഒരു പ്രാധാന്യം കൊടുക്കേണ്ടുന്ന മാസമാണ് ശഅബാൻ എന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് നമ്മളുടെ ജീവിതത്തിലും ഈ ഒരു മാസത്തിൽ ഈ ഒരു വിഷയത്തിൽ നമുക്ക് ശ്രദ്ധയുണ്ടാവുകയും ചെയ്യേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഗൗരവത്തോടു കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമാണ്, അമലുകൾ ഉയർത്തപ്പെടുന്ന മാസമാണ് ശഅബാൻ എന്ന് നമ്മൾ പറഞ്ഞു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തരാണ്, തിങ്കളാഴ്ച രാത്രിയിൽ അതുപോലെ തന്നെ വ്യാഴാഴ്ച രാത്രിയിൽ അള്ളാഹുവിന്റെ അടുക്കലേക്ക്, ജുമഅയുടെ രാത്രിയിൽ അള്ളാഹുവിന്റെ അടുക്കൽ അമലുകൾ ഉയർത്തപ്പെടുന്ന ഒരു ദിവസമാണ് എന്ന് പറഞ്ഞിട്ട് പിന്നെ വ്യാഴാഴ്ച രാവിനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തരാണ്. എന്നിട്ട് അവിടെ ഒരു കാര്യം പറയുന്നുണ്ട്, ഫലാ യുഖ്ബലു അമലു ഖാതിഇ റഹിമിൻ. ഇവിടെ ഈ അമലുകളൊക്കെ അള്ളാഹു ആളുകളുടേത് സ്വീകരിക്കും വ്യാഴാഴ്ച രാവിലെ. ആരുടേത് ഒഴികെ എന്നറിയോ? കുടുംബബന്ധം മുറിക്കുന്നവന്റെ ഒഴികെ. അത് ഗൗരവപ്പെട്ട വിഷയമാണ്. നമ്മൾ റമദാനിലേക്ക് കടക്കാൻ പോകുന്ന ഒരു പടിവാതിലിലാണുള്ളത്. നമ്മളുടെ കുടുംബക്കാരോട്, നമ്മളുടെ അടുത്ത കുടുംബക്കാരോട് എന്തിന്റെ പേരിലായിരുന്നാലും അകന്നും തെറ്റിയും നിൽക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കണം. കാരണം നമ്മൾ അമലുകൾ ഉയർത്തപ്പെടുന്ന ശഅബാൻ മാസത്തിലാണ് ഉള്ളത്. എല്ലാ വ്യാഴാഴ്ചകളിലും അള്ളാഹുവിന്റെ അടുക്കലേക്ക് അമലുകൾ ഉയർത്തപ്പെടും എന്ന് പറഞ്ഞു തന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. പക്ഷെ സ്വീകരിക്കപ്പെടാത്ത ആളുകൾ എന്ന് പറയുന്നത് കുടുംബബന്ധം മുറിച്ചു കളയുന്നവനാണ്, കുടുംബബന്ധത്തെ അറുത്തു കളയുന്നവനാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുമ്പോ, കുടുംബത്തെ നമ്മൾ അകറ്റിയിട്ടുണ്ടെങ്കിൽ, കുടുംബങ്ങളിൽ നിന്ന് നമ്മൾ അകന്നു പോയിട്ടുണ്ടെങ്കിൽ തിരിച്ചു വരണം. നമ്മളുടെ അമലുകളെ പോലും ബാധിക്കുന്ന വിഷയമാണ് എന്നത് ഗൗരവത്തോടുകൂടി നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഈ ശഅബാൻ മാസത്തിലാണ് ഉള്ളത് എന്ന ഒരു ശ്രദ്ധ, ഞാൻ റമദാനിലേക്ക് കടക്കുവാൻ പോകുന്ന മാസത്തിലാണ് ഉള്ളത് എന്ന ഗൗരവം നമ്മളിൽ ഉണ്ടാകണം. അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അതാണ് ശഅബാൻ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഈ മാസത്തിൽ കൂടുതലായിട്ട് പ്രവർത്തനങ്ങളിൽ നിരതമാകുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഇവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വഹദ വനസറ അബ്ദ വഹസമൽ അഹ്സാബ വഹദ ഉസല്ലി വഉസല്ലിമു അലാ അഫ്ദലി സ്വലാത്തി വഅസ്ക സലാമി വഅതമ്മ തസ്ലീം അലാ നബിയിന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലമ തസ്ലീമൻ കസീറ. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ ഭയപ്പെട്ട് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് ഉണർത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. ഈ ശഅബാൻ മാസത്തെ പറ്റി ഇബ്നു റജബ് റഹിമഹുല്ല പറഞ്ഞ വളരെ ശ്രദ്ധേയമായ ഒരു വാക്കുണ്ട്. അദ്ദേഹം പറയണത്, ഈ റമദാൻ മാസത്തിലേക്കുള്ള ഒരു പരിശീലനമാണ് ഈ ശഅബാൻ മാസം എന്ന് പറഞ്ഞത്. അപ്പം റമദാൻ മാസത്തിലേക്ക് വേണ്ടി നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടുന്ന മാസമാണ് ശഅബാൻ മാസം. ഖുർആൻ പാരായണം സജീവമായി ആരംഭിക്കേണ്ടത് റമദാൻ 1 എന്നല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ നോമ്പ് നമ്മൾ നോറ്റു തുടങ്ങേണ്ടത് റമദാൻ 1 എന്നല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഇതൊക്കെ ആ റമദാൻ 1 തുടങ്ങുന്ന ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്താന്ന് ചോദിച്ചാല്, അവർക്ക് ഈ റമദാൻ 1 അന്നായിരിക്കും നോമ്പ് നോറ്റ് തുടങ്ങുക, ഫർദ് മാത്രമേ നോൽക്കുള്ളൂ എന്നുള്ള ഒരു ഇതിൽ കാണുന്ന ആളുകൾക്ക് വരുന്ന ഒരു പ്രശ്നമാണ്. ഈ റമദാനിലെ ഒന്നാമത്തെ 10 ദിവസം അവരുടെ ക്ഷീണത്തിലായിരിക്കും. കാരണം ആദ്യം ഒരു കൊല്ലത്തിന് ശേഷം പിന്നീട് ഇത് ആരംഭിക്കുകയാണല്ലോ. അതിൻ്റെതായ എല്ലാ പ്രയാസങ്ങളും അവരിൽ ഉണ്ടാവുകയും അതിന്റെ ആലസ്യം ഒക്കെ ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പറയുന്നത്, ഈ റമദാൻ മാസത്തിലേക്കുള്ള ഒരു ഒരുക്കം, ഒരു പ്രാക്ടീസ് നമ്മൾ ഈ ശഅബാൻ മാസത്തിൽ നമ്മളുടെ കാര്യത്തിൽ ഉണ്ടാവണ എല്ലാ നിലക്കും, നമ്മളുടെ സംസാരത്തിൽ, നമ്മളുടെ കർമ്മങ്ങളിൽ, നമ്മളുടെ അനുഷ്ഠാനങ്ങളിൽ, നമ്മുടെ നോമ്പിലൊക്കെ ഈ ശ്രദ്ധ ഉണ്ടാകേണ്ടതുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഇതൊന്നും ഇല്ലാതെ നമ്മൾ റമദാനിലേക്ക് കയറിയാൽ
അങ്ങനെ ഇതൊന്നും ഇല്ലാതെ നേരെ നമ്മൾ റമദാനിലേക്ക് പ്രവേശിച്ചാൽ അതിൻ്റെതായ ക്ഷീണവും പ്രയാസവും എല്ലാം ഉണ്ടാകുന്നതാണ്. ബൽ ഖദ് തമറന അല സിയാമി വഅതാദ, റമദാനിന് മുൻപ് നോമ്പ് നോൽക്കുകയും അത് പതിവാക്കുകയും ഒക്കെ ചെയ്താൽ വജബ ബി സിയാമി ശഅബാന ഖബ്ലഹു ഹലാവത സിയാമി വലദ്ദതഹു, ശഅബാനിൽ തന്നെ അവൻ നോമ്പിൻ്റെതായ ഒരു മാധുര്യം, അതിന്റെ ഒരു ആസ്വാദനം അവന് കിട്ടും എന്ന് ഇബ്നു റജബ് റഹിമഹുല്ല നമ്മളോട് പറഞ്ഞു തരാണ്. നോമ്പിന്റെ പുണ്യം എന്ന് പറയുന്നത് ഒരു സാധാരണമായി ഒരു ദിവസം നമ്മൾ അള്ളാഹുവിന് വേണ്ടി ഒരു നോമ്പ് അനുഷ്ഠിച്ചാൽ അതിന്റെ പുണ്യം എന്ന് പറയുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തന്നത് 70 വർഷത്തെ വഴിദൂരം ഒരു മനുഷ്യൻ നടന്നാൽ, ഒരു പുരുഷായുസ് ഒരു മനുഷ്യൻ നടന്നാൽ എത്ര ദൂരത്തേക്ക് അവൻ പോകുമോ അത്രയും ദൂരം നരകം അവനിൽ നിന്നും അകന്നു പോകും. ഒരൊറ്റ ദിവസത്തെ ഒരു സുന്നത്ത് നോമ്പ് കൊണ്ട് അവന് കിട്ടുന്ന പ്രതിഫലമാണ്. ഒരു മനുഷ്യൻ ഒരു ദിവസം 70 വർഷം നടന്നാൽ എത്ര അകലേക്ക് പോകുമോ അത്രയും ദൂരം അവൻ നരകത്തിൽ നിന്ന് അകലുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തന്ന പുണ്യകർമ്മമാണ് സുന്നത്ത് നോമ്പ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. വ്യാഴാഴ്ചകൾ, പ്രത്യേകിച്ച് തിങ്കളാഴ്ചകൾ, അയ്യാമുൽ ബീദിന്റെ ദിവസങ്ങൾ, ഇതിനൊക്കെ നമ്മൾ ശ്രദ്ധ കൊടുക്കുക. നമ്മളുടെ ജീവിതത്തിൽ ആ ദിവസങ്ങളിലൊക്കെ നോമ്പനുഷ്ഠിക്കുവാൻ പ്രത്യേകമായി കൊണ്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പ്രത്യേകമായിട്ടും സ്ത്രീകൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, കഴിഞ്ഞ റമദാനിലെ നോമ്പ് പലപ്പോഴും ബാക്കിയുള്ള ആളുകൾ ഉണ്ടാവും, അവരുടേതായ പ്രയാസങ്ങളും മറ്റുമൊക്കെ കാരണം ബാക്കിയുള്ള ആളുകൾ ഉണ്ടാകും. ഇനി പുരുഷന്മാർക്കാണെങ്കിലും രോഗമോ മറ്റോ യാത്രയോ ഒക്കെ കാരണം നോമ്പ് നഷ്ടപ്പെട്ടതായിട്ടുണ്ടെങ്കിൽ, അത് വീട്ടൽ നിർബന്ധമായ നോമ്പ് ബാക്കിയുണ്ടെങ്കിൽ അത് വീട്ടുവാനുള്ള അവസാന സമയമാണ്, ഈ വർഷത്തിലെ അവസാനത്തെ സമയത്താണ് നമ്മൾ ഉള്ളത് എന്ന ഒരു ശ്രദ്ധ കൂടി നമ്മൾക്കുണ്ടാകേണ്ടതുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു തരുന്ന ഒരു കാര്യമുണ്ട്. അവര് ഈ റമദാനിൽ ബാക്കിയുള്ള നോമ്പ് ഫമാ അസ്തതിഉ അൻ അഖ്ലിയഹു ഇല്ലാ ഫീ ശഅബാൻ, ശഅബാൻ മാസത്തിലല്ലാതെ എനിക്കത് നോറ്റുവീട്ടാൻ കഴിയാറുണ്ടായിരുന്നില്ല. റസൂലുമായി ബന്ധപ്പെട്ട തിരക്കുകളാൽ ഞാൻ അത് നോറ്റുവീട്ടാറുണ്ടായിരുന്നത് ശഅബാനിലാണ് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ നോമ്പിൽ ഫർദ് നോമ്പുകൾ ബാക്കിയുള്ളവരുണ്ടെങ്കിൽ ആ നോമ്പുകളെ വീട്ടുവാനും പൂർത്തീകരിക്കുവാനും അള്ളാഹുവുമായുള്ള ബാധ്യത, അതിനെ പൂർത്തീകരിക്കാനൊക്കെ എല്ലാവരും പ്രത്യേകമായി കൊണ്ട് ശ്രദ്ധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണ ആരോഗ്യത്തോടുകൂടി, താല്പര്യത്തോടുകൂടി, ഈമാനോടുകൂടി, ഇഹ്തിസാബോടുകൂടി റമദാനിനെ സ്വീകരിക്കുവാനുള്ള തൗഫീഖ് നമുക്കും നമ്മുടെ കുടുംബത്തിനും മുസ്ലിം സഹോദരങ്ങൾക്കുമെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രദാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ രോഗങ്ങളിൽ ശമനം പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വഖാദിയൽ ഹാജാത്ത്. اللهم ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم دمر أعداءنا وأعداءك وأعداء الدين. اللهم دمر أعداءنا وأعداءك وأعداء الدين. اللهم ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم احفظ بلادنا، اللهم احفظ بلادنا، اللهم احفظ بلادنا وأئمتنا وأمتنا وعلماءنا وأمراءنا وأولادنا وشبابنا من كل الفتن ما ظهر منها وما بطن ومن كيد الشيطان. اللهم إنا نعوذ بك من الشقاق والنفاق وسوء الأخلاق. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين.